വണ്ടിയുടെ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വായോ. ഇപ്പോൾ നമ്മൾ കീ ഓണാക്കി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുന്ന കാര്യം. സ്റ്റാർട്ടാക്കുന്നതിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പം നമ്മൾ കറക്റ്റ് ഒറ്റ കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഒറ്റ കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. അതിൻ്റെ കൂടെ വണ്ടി ആക്സിലേറ്റർ കറക്റ്റ് തിരിച്ചു നോക്കണം. ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തിരിച്ചു നോക്കണം. സ്റ്റാർട്ടിങ്ങിൽ തിരിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ആക്സിലേറ്ററിൻ്റെ അകത്ത് വല്ല സ്റ്റക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇത് കണ്ടോ, ആക്സിലേറ്റർ കറക്റ്റ് തിരിച്ചു നോക്കുമ്പോൾ ഇതെങ്ങ് സ്റ്റക്കും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റക്കുള്ളതാണെങ്കിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റിട്ടേൺ തിരിച്ചു വരത്തില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊന്നാമത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തൊരു മിനിമം റേസിൽ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഏതൊക്കെ ഭാഗങ്ങൾ വൈബ്രേഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പം നോക്കിക്കോ, ഏറ്റവും ചെറിയ ഭാഗം ഇതുണ്ട്. ഇത് തൊട്ട് ഏത് ഭാഗം വേണേ വൈബ്രേഷനുള്ള സർവ്വ ഈ സ്പ്രിങ് വരെ നിങ്ങൾക്ക് ഏത് ഭാഗം ഇളകിയിരിക്കുന്നോ അത് മൊത്തം നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഈ ഒരു സ്ലോ സ്പീഡ് മിനിമത്തിൽ നിർത്തിയാൽ. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസർ. വണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ സൈലൻസർ ഒന്നും ചൂടൊന്നും കാണത്തില്ല. നമ്മളിത് കണ്ടോ, ഇങ്ങനെ അടച്ചു പിടിച്ച് നോക്കണം. വണ്ടി ഇതിൻ്റെ ഭാഗത്തുനിന്ന് വല്ല സൗണ്ട് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് അടച്ചു പിടിച്ച് നോക്കണം. എൻജിൻ്റെ ഭാഗത്ത് നോക്കൂ. എൻജിൻ്റെ ഭാഗത്തോട്ട് സൗണ്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻജിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സൗണ്ടുകൾ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി കറക്റ്റ് ഒരു മെക്കാനിക്കയുടെ ഗൈഡൻസ് എടുത്ത് കറക്റ്റ് നിങ്ങൾ ചെയ്യണം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയുടെ കാര്യം. ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മളിപ്പോൾ സ്ലോ സ്പീഡ് നടത്തുമ്പോൾ പുകയോ കാര്യങ്ങളൊന്നുമില്ല. നോക്കൂ, പുകയുടെ കാര്യം ഇപ്പോൾ നമ്മളില്ല. ഇപ്പം പുക ഇതിനകത്ത് ഓവറായിട്ട് വരുന്നുണ്ടോ, ഇതിനകത്ത് ഓയിലിൻ്റെ മയമുണ്ടോ, ഇതിപ്പോൾ സാധാരണ പുകയുടെ ഇതിനകത്ത് ഓയിലിൻ്റെ മയമുണ്ടോ, ഓവറായിട്ട് പുക ഇറങ്ങുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്തുനിന്ന് പുകയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെയൊക്കെ മേജറായിട്ടുള്ള ഇഷ്യൂ ആണ്. പിന്നെ നിങ്ങൾ ഇങ്ങനെ കൈ കൊടുത്ത് നോക്കുമ്പോൾ പുക വരുന്നുണ്ടോ, കൈ വരുത്തി ഇങ്ങനെ ഇത് കണ്ടോ, ഞാനൊരു റേസിൽ നിർത്തിയേക്കുക. അപ്പോൾ ഈ കൈ കൊടുത്ത് നോക്കുമ്പോൾ പുക വരുന്നുണ്ടോ, ഒരു നോർമൽ റേസിൽ നിർത്തുമ്പോൾ പുക വരുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കണം. അപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ലെവലിൽ ആക്സിലേറ്റർ പിടിച്ച് നിർത്തുക. റണ്ണിങ്ങിൽ ആക്സിലേറ്റർ നിർത്തിയിട്ട് പുക വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊരു മീഡിയം ലെവലിൽ നിർത്തുമ്പോഴത്തേന് പുക ഭയങ്കരമായിട്ട് പുക ചാടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുക പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സിലിണ്ടറുമായിട്ടുള്ള എന്തോ മേജർ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മളൊരു മെക്കാനിക്കിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് എടുക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർബറേറ്ററിൻ്റെ ഇഷ്യൂകൾ കൊണ്ടും നമുക്ക് ചില ടൈമിൽ പുക കാണിക്കാം. അപ്പോൾ അതെല്ലാം നമുക്കൊരു നോർമലായിട്ടൊരാൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങൾ വണ്ടികൾ എടുക്കാൻ പോകുന്നത് ലോങ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇപ്പം നമ്മളിവിടുന്ന് തിരുവനന്തപുരത്ത് പോയി എടുക്കാം. ഇപ്പോൾ ഒരു കൊല്ലത്തൊരാൾ പോയി ആലപ്പുഴ പോയി എടുക്കാം, തിരുവനന്തപുരത്ത് പോയി എടുക്കാം, തൃശ്ശൂർ പോയി എടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഞാനിപ്പോൾ നിങ്ങളെടുത്ത് പറയുന്നത് മെക്കാനിക്കിനെ കാണിക്കില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കിത് എൻ്റെ ഈ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന്. ഇതിൽ നിന്ന് നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ മാക്സിമം ഗൈഡൻസ് എടുത്തിട്ട് പോവുക. പിന്നെ ഞാൻ ഒരു കാര്യം പറയുക, അവിടെ പോയി ഒരിക്കലും നിങ്ങൾ ഒരു വലിയ മെക്കാനിക്കിൻ്റെ കൂട്ടോ കാര്യങ്ങളുടെ കൂട്ടോ ഏത് വണ്ടി എടുക്കാൻ പോയാലും നിങ്ങൾ അവിടെ പോയി സംസാരിക്കുകയോ ചെയ്യല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.